Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Happy Teachers' Day. Happy Teachers' Day, ma'am. Thank you. Happy Teachers' Day. Okay. നമ്മള് CSSD അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? Yes, ma'am. CSSD അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? Yes, ma'am. ഓക്കെ. നമ്മൾ എവിടെ വരെ എടുത്തേ? ഫങ്ഷണൽ ഏരിയാസ് എവിടെ വരെ എടുത്തു? Cleaning area വരെ പറഞ്ഞു. ക്ലീനിങ് ഏരിയ വരെ പറഞ്ഞു അല്ലെ? ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് CSSD? ഏതൊക്കെ ഏരിയാസാ വരുന്നേ ഫങ്ഷണൽ ഏരിയാസില്? Receiving area, cleaning area, packing area, sterilizing area, storage area, distribution area. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇതിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു അല്ലെ? ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫസ്റ്റ് വൺ ഏതാ? Receiving area. റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയയിൽ എന്തൊക്കെയാ വരുന്നേ? എന്താ ചെയ്യുന്നത് റിസീവിംഗ് ഏരിയയില്? അവിടെ എന്താ നടക്കുന്നേ? അവിടെ നടക്കുന്ന പ്രോസസ് എന്താ? CSSD സ്റ്റെറിലൈസിംഗിന് ആവശ്യമായ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നു. അത് തന്നെ. എന്താണോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ? യൂസ്ഡ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ക്ലീനിങ് ഏരിയയിലോട്ട് വരുമ്പോ എന്താ? റിസീവിംഗ് ഏരിയയിൽ നിന്നും ആവശ്യമായിട്ടുള്ള അല്ലെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവ സോർട്ട് ചെയ്തെടുത്ത് തരം ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അത് ക്ലീനിങ് ഏരിയയിലേക്ക് കൊടുക്കും അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞ നമ്മള് ക്ലീനിങ് ഏരിയയിൽ എത്തി. ഇനി ക്ലീനിങ് ഏരിയയിൽ അതെങ്ങനെയാ ചെയ്യുന്നത്? അവിടെ ഡിറ്റർജന്റുകൾ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ മാനുവൽ ആയിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാം, മെഷീൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം അല്ലെ? രണ്ട് രീതിയിലും. അതായത് എല്ലാ എക്യുപ്മെന്റ്സും ചിലപ്പോൾ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? മെഷീൻ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ രണ്ട് രീതിയിലുള്ള ക്ലീനിങ്ങും ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ ക്ലീനിങ് ഏരിയയില് എന്താണ് മാനുവൽ ആയിട്ടാണെങ്കിൽ അവിടെ വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റുകൾ വേണം, അതുപോലെ തന്നെ പല ഷേപ്പിലും സൈസിലും ഉള്ള ബ്രഷസും അവൈലബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അവിടെ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഏരിയയില് ഇങ്ങനെയുള്ള സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഷീന്റെ പേരെന്താ? എന്താ മെഷീന്റെ പേര്? അൾട്രാസോണിക് വാഷർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. എന്താണ് ഒരു അൾട്രാസോണിക് വാഷർ? എന്താണ്? ദാറ്റ് ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. ഏത് മെഷീൻ ആണെന്ന് ചോദിക്കും. അൾട്രാസോണിക് വാഷർ മെഷീൻ ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇപ്പോ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടാൽ അത് ഇന്ന ഏരിയയുടെ ഉള്ളിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. പാക്കിംഗ് ഏരിയ. ഓക്കെ. പാക്കിംഗ് ഏരിയ. ക്ലീനിങ് ഏരിയയില് ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്തു? ക്ലീൻ ചെയ്തു അല്ലെ? മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് ഈ സർജിക്കൽ ടൂൾസ് പോലെയുള്ള എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല നീറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം അത് എന്ത് ചെയ്യും? ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യും അല്ലെ? ഡ്രൈഡ് ഇൻ the oven dryer. oven dryer വെച്ച് എന്ത് ചെയ്യും? ഡ്രൈ ചെയ്യും. ആൻഡ് ട്രാൻസ്ഫർ ടു ദ പാക്കിംഗ് ഏരിയ. അത് ഇന്നത്തെ പാക്കിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ അത് നിൽക്കുന്നത് എവിടെയാണ്? പാക്കിംഗ് ഏരിയയിലേക്ക് എത്തി. അങ്ങനെ പാക്കിംഗ് ഏരിയയിൽ ചെയ്യുന്നത് എന്താ? ഇവിടെയും ക്ലീൻഡ്, അതായത് ഇവിടെ എത്തുന്ന ആ ഒരു ഐറ്റംസ് ഇപ്പൊ എങ്ങനെയാണ്? ക്ലീൻഡ് ആക്കി ഡ്രൈ ആക്കിയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അല്ലെ? ഇവിടെ എന്താ ചെയ്യുന്നത്? പാക്കിംഗ് ഏരിയയിൽ. അപ്പൊ ഏതിനും കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എന്താണ്? പാക്കിംഗ് ഏരിയ പാക്ക് ചെയ്യുന്നു. അപ്പൊ പാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ സ്റ്റെറിലൈസേഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും ആ എക്യുപ്മെന്റ്സിന് എന്ത് ചെയ്യുന്നു? അണുനശീകരണം നടത്തുന്നു അല്ലെ? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിന്നെയും നമ്മുടെ ഹാൻഡ് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പാക്ക് ചെയ്യാൻ വേണ്ടി അതിൽ തൊടുന്നുണ്ട് അല്ലെ? അപ്പൊ പിന്നെയും നമ്മുടെ ഹാൻഡ് വഴിയൊക്കെ അവിടെ ആ ഒരു സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് എന്താവാനായിട്ടുള്ള സാധ്യതയുണ്ട്? കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? മലിനമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്
സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. അങ്ങനെ സ്റ്റെറിലൈസേഷന് മുൻപ് പാക്ക് ചെയ്ത് ട്രേകളിലാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റെറിലൈസിങ് ചേംബറിലേക്ക് അത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസിങ് ചേംബറിൽ വെച്ച് അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ നടത്തുന്നു. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നോക്കി, പാക്കിംഗ് ഏരിയ. Cleaned and dried instruments are packed before sterilization so that they are not tainted while handling after they are sterilized. So cleaned ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷന് മുൻപേ പാക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ദേ ആർ നോട്ട് tainted. Tainted എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ മലിനമാവുക, അല്ലെ? വൈൽ ഹാൻഡ്ലിംഗ് ആഫ്റ്റർ ദേ ആർ സ്റ്റെറിലൈസ്ഡ്. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താ പറ്റുക? അത് കണ്ടാമിനേറ്റഡ് ആവും, അല്ലെ? അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ, അങ്ങനെ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസേഷൻ മുൻപ് പാക്ക് ചെയ്യുന്നത്. Most of the items are packed in trays which are covered with a double layer of cotton cloth. ഇനി ഈ ഒരു മോസ്റ്റ് ഓഫ് ഐറ്റംസ് എന്താണ് പാക്ക് ചെയ്യുന്നത്? പാക്ക് ചെയ്ത് വെക്കുന്നത് ട്രേസിലാണ്. അങ്ങനെ ട്രേയിൽ വെക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു? വിച്ച് ആർ കവേർഡ് വിത്ത് എ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്. കോട്ടൺ ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ട് ഡബിൾ ലെയറിൽ അത് എന്ത് ചെയ്യും? കവർ ചെയ്തിരിക്കും. ആൻഡ് ഓൾസോ ഡബിൾ കോട്ടൺ ക്ലോത്ത് കൂടാതെ തന്നെ അവിടെ പേപ്പർ എൻവലപ്പുകൾ, പേപ്പർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ പേപ്പർ കവറുകൾ ആർ ഓൾസോ അവൈലബിൾ. അതും എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് പാക്ക് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്നത് ട്രേകളിലാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. ആ ട്രേകളിൽ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പാക്ക് ചെയ്യാനായിട്ട് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്തുകളും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേപ്പർ എൻവലപ്സ് അല്ലെങ്കിൽ പേപ്പർ എന്താണ് കവറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്ത് വെക്കുന്നത്. Then effective but costly plastic bags are used for ETO sterilization. ETO sterilization നമുക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. കണ്ടോ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO, അതായത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഈ രണ്ട് കാര്യം, അതായത് പേപ്പർ ക്ലോത്തുകളും അത് പേപ്പർ എൻവലപ്പുകളും അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തുകളും നമ്മൾ പറഞ്ഞത് അത് സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇങ്ങനെ ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ ഗ്യാസുകൾ ഉപയോഗിച്ചുള്ള സ്റ്റെറിലൈസേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ബാഗുകളാണ്. എന്ത് ചെയ്യുന്നത്? അത് കുറച്ച് എഫക്റ്റീവ് ആണ്, എന്നാൽ എഫക്റ്റീവും ആണ്, പക്ഷെ കോസ്റ്റ്ലി ആണ്. അപ്പൊ എല്ലാ ഐറ്റംസും നമുക്ക് ഇങ്ങനെയുള്ള ETO സ്റ്റെറിലൈസേഷൻ വഴി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് എന്താണ്? കുറച്ച് എഫക്റ്റീവ് ആണെങ്കിൽ പോലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് ബാഗുകൾ. അതാണ് ETO സ്റ്റെറിലൈസിന് വേണ്ടിയിട്ട് പാക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യും? ആ പാക്ക് ചെയ്തത് സീലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? സീൽ ചെയ്ത് വെച്ച് പൂർണ്ണമായിട്ട് അത് അടച്ച് നല്ല സീൽ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് സ്റ്റെറിലൈസേഷന് അയക്കുള്ളൂ. അപ്പോ നെക്സ്റ്റ് നോക്കിയേ, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, അവിടെ പാക്ക് ചെയ്ത് കഴിഞ്ഞു, സീൽ ചെയ്ത് കഴിഞ്ഞു. The instruments are transferred for sterilization. ഇൻസ്ട്രുമെന്റ്സ് എവിടേക്ക് കൊടുക്കും? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പാക്കിംഗ് ഏരിയയിൽ എന്താ പ്രധാനമായിട്ടും പറയുന്നത്? ക്ലീൻഡ് ആയിട്ടും ഡ്രൈ ആയിട്ടും വരുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്സിനെയും എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷന് മുൻപ് പാക്ക് ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെറിലൈസേഷന് ശേഷം അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുൻപേ തന്നെ എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി അവിടെ പാക്ക് ചെയ്യുന്നത് എന്തിലാണ്? ട്രേകളിലാക്കിയാണ് വെക്കുന്നത്. അവിടെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ലെയർ ഓഫ് കോട്ടണും അതുപോലെ തന്നെ പേപ്പർ എൻവലപ്പ് അല്ലെങ്കിൽ പേപ്പർ കവറുകളും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താ? സീലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി രണ്ടാമത് ഇത് നമ്മൾ പറഞ്ഞത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്താണ്. ഇനി ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കുന്നത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ പ്ലാസ്റ്റിക് ബാഗുകൾ എന്താണ്? കുറച്ച് എഫക്റ്റീവ് ആണെങ്കിൽ കൂടി കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ അതെന്താണ്? എല്ലാത്തിനും നമുക്ക് എല്ലാ ഐറ്റംസിനും ഇങ്ങനെയുള്ള ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നമുക്ക് ചെയ്യാനായിട്ട് അഫോർഡബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ്ലി ആണ്, എന്നാൽ എഫക്റ്റീവും ആണ്. അങ്ങനെയുള്ള ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സ്റ്റെറിലൈസേഷന് വേണ്ടി കൊടുക്കും. കിട്ടിയോ? പാക്കിംഗ് ഏരിയ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സ്റ്റെറിലൈസേഷൻ ഏരിയ.
അടുത്ത ഏരിയ സ്റ്റെറിലൈസേഷൻ ഏരിയ. അപ്പൊ നമ്മൾ 3 പറഞ്ഞു. റിസീവിംഗ് ഏരിയ, അവിടെ വരുന്ന ഐറ്റംസ് എങ്ങോട്ട് പോകും? ക്ലീനിങ് ഏരിയയിൽ വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പാക്കിംഗ് ഏരിയയിലെത്തി പാക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നു. ഇനി സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ ഇവിടെ CSST ഡിപ്പാർട്ട്മെന്റില് സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. അത് ഒന്നാമത്തേതായിട്ട് വരുന്നതാണ് സ്റ്റീം സ്റ്റെറിലൈസേഷനും രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഗ്യാസ് സ്റ്റെറിലൈസേഷനും അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും. അത് 2 രീതിയിൽ 2 മെത്തേഡുകളിലൂടെയാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് ഗ്യാസ് സ്റ്റെറിലൈസേഷനും സ്റ്റീം സ്റ്റെറിലൈസേഷനും. ഇത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഓട്ടോക്ലേവ്സ്. കേട്ടിട്ടുണ്ടോ? ഓട്ടോക്ലേവ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ബയോളജി അല്ലെങ്കിൽ ബോട്ടണി സുവോളജി റിലേറ്റഡ് ആയിട്ട് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഓട്ടോക്ലേവ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ? ആരെങ്കിലും? ഇല്ല. ഓക്കെ. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോക്ലേവിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. ക്ലിയർ ആണോ? പിക്ചർ ക്ലിയർ ആണോ? ഓക്കെ. നോക്കി ആ പിക്ചർ ഒന്ന് നോക്കി. നമ്മുടെ ആ ഒരു പ്രഷർ കുക്കർ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റംസ് ആണ്. ഇത് 2-3 ടൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓട്ടോക്ലേവ് ആണ്. നെക്സ്റ്റ് ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന, അതിന്റെ ഒരു ഏകദേശം സാമ്യമുള്ള ഒരു സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. ഇത് ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് ആണ് കേട്ടോ. ഓട്ടോമേറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. അപ്പൊ ഇത് 3 എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഈ ഓട്ടോക്ലേവ്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്റ്റീം അണ്ടർ പ്രഷർ എന്താണ്? സ്റ്റീം പ്രഷറിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നത്? ഇസ് എ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഒരു ഭൂരിഭാഗം ഐറ്റംസും നമുക്ക് എന്തിലാണ് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. കാരണം എന്താ? അത് കുറച്ചും കൂടി അവർക്ക് അഫോർഡബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അവർക്ക് എന്താണ്? കോസ്റ്റ്ലി ഫ്രണ്ട്ലി ആണ് അല്ലെ? ഒരുപാട് പൈസ ചിലവാക്കാതെ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് രൂപ മുടക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? വളരെ എഫക്റ്റീവ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷനിലുള്ള ഈ ഓട്ടോക്ലേവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ? സ്റ്റീം അണ്ടർ പ്രഷർ, നല്ല ഹൈ പ്രഷറിൽ സ്റ്റീം കൊടുത്തുകൊണ്ട്, നീരാവി കൊടുത്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഓട്ടോക്ലേവ് വഴി അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഇനി ഓട്ടോക്ലേവ് പ്രൊഡ്യൂസസ് സ്റ്റീം അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 121 ഡിഗ്രി സെന്റിഗ്രേഡ് അണ്ടർ 15 pounds ഓഫ് പ്രഷർ. ഇനി ഇവിടെ ഓട്ടോക്ലേവ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും അറ്റ് ഇൻ എ ടെമ്പറേച്ചർ. എത്രയാണ് അവിടുത്തെ ടെമ്പറേച്ചർ? 121 ഡിഗ്രി സെന്റിഗ്രേഡ് അണ്ടർ 15 pounds ഓഫ് പ്രഷർ. പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പോണ്ട്? യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ് ആണ് കേട്ടോ. അവിടെ ആ ഒരു അത്രയും പ്രഷർ, അതായത് ഒരു പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 454 grams ഒക്കെ വരും. അപ്പൊ അത്രയും 15 pounds ആകുമ്പോൾ അത്രയും അധികം വെയിറ്റില്ല അല്ലെങ്കിൽ അത്രയും അധികം പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ ഒരു 120 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചറിലാണ് അവിടെ ആ ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് സ്റ്റീം ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആ ഓരോ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെഷീൻസിന്റെ, അതായത് ഈ ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഏത് ടൈപ്പ് ആണോ മെഷീൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് പ്രഷറൊക്കെ വേരിയേഷൻ വരാം കേട്ടോ. അപ്പൊ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓട്ടോക്ലേവ്സ്. അത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓട്ടോക്ലേവ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത്? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഓട്ടോക്ലേവ്. ഇത്രയും മനസ്സിലാക്കുക. അവിടെ എന്ത് സ്റ്റെറിലൈസേഷൻ ആണ് നടക്കുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടക്കുന്നത്. ഇനി അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 121 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അടുത്ത പ്രഷർ എത്രയാണ്? അണ്ടർ 15 pounds. 15 poundsന് താഴെ എത്ര? 121 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചറിലാണ് ഓട്ടോക്ലേവ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം എനിക്ക് ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി ഇൻ ദിസ് പ്രോസസ് 20 minutes ഈസ് നീഡഡ് ടു സ്റ്റെറിലൈസ്. ഈ ഒരു സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ ഓട്ടോക്ലേവ് ഉപയോഗിക്കുമ്പോൾ അവിടെ
20 മിനിറ്റ് 20 മിനിറ്റ്സ് ആണ് ഈ ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പൊ അറ്റ് എ ടൈം എന്താണ് ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റെറിലൈസേഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോക്ലേവ് എത്ര മിനിറ്റിനുള്ളിൽ സ്റ്റെറിലൈസ് ചെയ്ത് കഴിയും? 20 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതാണ് ഓട്ടോക്ലേവിന്റെ പ്രത്യേകത. 20 മിനിറ്റ്സ് മതി എന്ത് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്താ ഒത്തിരി സമയമൊന്നും നമുക്ക് നഷ്ടമാവുന്നില്ല അല്ലെ. അപ്പൊ ആ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് സ്റ്റെറിലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഐറ്റംസ് എന്ത് ചെയ്യാം? സ്റ്റെറിലൈസേഷന് വേണ്ടി വയ്ക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സമയം കുറച്ചും കൂടി ലാഭിക്കാനും ഈ ഒരു സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി ബി വരുന്നതാണ് ETO. അതിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണം കേട്ടോ, ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ETO അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അപ്പൊ അതില് ഇങ്ങനെ ചോദിക്കാം, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന്റെ കീഴിൽ വരുന്നത് ഏതാണ്? അതിന് ഓപ്ഷൻസിൽ ഏത് എഴുതണം? ഒരെണ്ണം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ETO എഥിലീൻ ഓക്സൈഡ് മെഷീൻ. എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ETO. ആ ETOയില് അവിടെ സ്റ്റീം അല്ല, ഗ്യാസ് ഉപയോഗിച്ചിട്ട്, കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. This method is primarily used for heat responsive and moisture responsive materials like cardiac catheters, plastic items and endoscopes. അപ്പൊ ഇവിടെ ഈ ഒരു മെത്തേഡില് എന്താണ് ചെയ്യുന്നത്? അവിടെ ഒരു ഹീറ്റ് റെസ്പോൺസീവ്, അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അതുപോലെ തന്നെ മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള കത്തീറ്ററുകള്, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് പോലെയുള്ള, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ്, അതായത് ട്യൂബ്, പ്ലാസ്റ്റിക് ട്യൂബുകൾ പോലെയുള്ള ചെറിയ ട്യൂബുകളല്ലേ. ഇപ്പൊ കത്തീറ്റർ ആണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുപോലെയുള്ള മറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പ്രൊസീജിയറിന് ഉപയോഗിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും എങ്ങനെയാണ്? നമുക്കറിയാം, പ്ലാസ്റ്റിക്കിന് ചൂട് കൊണ്ടാൽ എന്ത് ചെയ്യും? അത് ഉരുകും അല്ലെ. അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ എന്താണ് അത് മോയ്സ്ചർ സെൻസിറ്റീവ് ആണ്. ചൂട് അല്ലെങ്കിൽ നീരാവി അടിക്കുമ്പോൾ എന്താ പറ്റുക? ഇപ്പൊ നമ്മുടെ സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ ഹൈ പ്രഷറിൽ വളരെ എന്താണ് ഹീറ്റ് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ടുള്ള സ്റ്റീം അല്ലേ ചെയ്യുന്നത്. അത്രയും ചൂട് കൊള്ളുമ്പോൾ എന്താണ് ആ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യും? അതിന്റെ ഷേപ്പ് മാറി അത് ഉരുകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അതുപോലെ മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മുടെ സർജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ സർജിക്കൽ എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഇത് വരുന്നതാണ് കത്തീറ്റേഴ്സ്, മറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ എല്ലാ ഐറ്റംസും അല്ല അവിടെ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, കത്തീറ്റേഴ്സ്, എൻഡോസ്കോപ്പ് പോലുള്ള മറ്റു മുതലായ എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും നമ്മൾ എന്തുപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഈ അപ്പൊ അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഏതൊക്കെയാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കത്തീറ്റേഴ്സിന്, കാർഡിയാക് കത്തീറ്റേഴ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെഷീൻ ഏതാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ മെഷീൻ ഏതാണ്? എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO. ഇനി അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇതെന്താണ്? കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ എന്താ ഒരു പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് കുറച്ച് എന്താണ്? കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഐറ്റംസിന് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടി എന്താ? കോസ്റ്റ്ലി ഫ്രണ്ട്ലി ആണ് അല്ലെ. കുറച്ചും കൂടി എന്താണ്? അഫോർഡബിൾ ആണ് നമുക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട്. അതിന്റെ ആ ഒരു വിലയും അതിന് ചിലവാകുന്ന ഒരു തുക അത്രയും അധികം ഭീമമായിട്ടുള്ള ഒരു തുക നമുക്ക് അതിന് വേണ്ടി ചിലവാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓട്ടോക്ലേവ് പോലെയുള്ള സ്റ്റീം സ്റ്റെറിലൈസേഷൻ ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാം. ഇനി ഇവിടെ ഇതിന് അത് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇതൊരു കോസ്റ്റ്ലി മെഷീൻ ആണ് ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ്. ഇവിടെ ഉപയോഗിക്കുന്നത് പോയിസണസ് ഗ്യാസ് ആണ്. ഇവിടെ കെമിക്കൽ ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. Due to which it is necessary to make sure that these items are to be free of gas molecules before using them on a patient.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അപ്പൊ അത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ പേഷ്യൻസിന് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ആ ഒരു മെറ്റീരിയലില് എന്താണ് ഇങ്ങനെയുള്ള ഗ്യാസിന്റെ ഒരു അംശവും ഇല്ല, ഗ്യാസ് മോളിക്യൂൾസിന്റെ ഒരു അംശവും ഇല്ല, അത് ഗ്യാസ് മോളിക്യൂൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റം ആണെന്നൊന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. എൻറ്റയർ സൈക്കിൾ മേ ടേക്ക് അപ് ടു 8 to 12 hours. ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിള് ഈ ഒരു പ്രാവശ്യം ഈ ഒരു കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി വരും എന്നാ പറയുന്നത്? 8 to 12 hours. 8 മുതൽ 12 മണിക്കൂർ വരെ സമയം വേണ്ടി വരും. എന്നാൽ ഓട്ടോക്ലേവിൽ എത്ര സമയമായിരുന്നു വേണ്ടി വന്നത്? ഓട്ടോക്ലേവിൽ എത്ര സമയം വേണ്ടി വന്നേ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്ത് വിടാൻ എത്ര സമയം? ഇപ്പൊ പഠിച്ചില്ല, വെരി ഗുഡ്. 20 minutes അല്ലെ? അവിടെ 20 minutes മതിയെങ്കിൽ ഇവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടക്കുമ്പോ എത്ര സമയം വേണം? 8 മുതൽ 12 മണിക്കൂർ വരെ സ്ഥിരമാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റെറിലൈസ് ചെയ്ത് ഇത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും അല്ല. ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നമ്മുടെ ആ ഒരു സർജിക്കൽ ടൂളുകളിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴി ചെയ്യാം. അതിൽ വരുന്നതാണ് കാർഡിയക് കത്തീറ്റേഴ്സ്, എൻഡോസ്കോപ്സ്, മറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ. അത് കുറച്ച് എന്താണ് ഹീറ്റ് റെസ്പോൺസീവ് അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ആണ്, മോയ്സ്ചർ റെസ്പോൺസീവ് അല്ലെങ്കിൽ മോയ്സ്ചർ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? അങ്ങനെ ഹീറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഷേപ്പിനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അത് ഉരുകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഒരു കോസ്റ്റ്ലി മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. പോയിസണസ് ഗ്യാസ് ആണ് അവിടെ നിന്ന് പുറത്ത് വിടുന്നത്. അങ്ങനെയുള്ള ആ ഒരു പോയിസണസ് ഗ്യാസ് പുറത്ത് വിടുന്നത് വഴി എന്താണ് ആ ഒരു സ്റ്റെറിലൈസേഷൻ നടക്കുമെങ്കിൽ പോലും സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു വരുന്ന ഓരോ എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പോയിസണസ് ഗ്യാസ് മോളിക്യൂൾസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം അവിടെ പേഷ്യൻസിന് ഉപയോഗിക്കാനായിട്ട്. അതിന്റെ ആ ഒരു സൈക്കിൾ ഒരു പ്രാവശ്യം അത് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? 8 മുതൽ 12 മണിക്കൂർ വരെ ഈ ഒരു സമയം സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിലൂടെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു മെത്തേഡ് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് അത് 20 minutes മതി ആ ഒരു സിംഗിൾ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ആ ഒരു 20 minute മതിയല്ലോ ആകെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുമ്പോൾ എന്താ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ അല്ലെ? നമ്മുടെ ഒരു 24 hour ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 12 hours ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ട. അപ്പൊ അത് ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യണമെങ്കിൽ അത്രയും സമയം എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ആ മെഷീൻ എന്താണ് കുറച്ചും കൂടി കോസ്റ്റ്ലിയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ അത് അധികം ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഇങ്ങനെയുള്ള പ്രത്യേക ഐറ്റംസിന് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മൂന്നാമതായിട്ട് വരുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ. നമ്മളിവിടെ കണ്ടോ ഫ്ലാഷ് ഓട്ടോക്ലേവ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെറിലൈസർ ഓട്ടോക്ലേവ്, ഫ്ലാഷ് ഓട്ടോക്ലേവ് തന്നെയാണ്. അതായത് ഇവിടെയും സ്റ്റീം ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അത് പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസസ്. എമർജൻസി പർപ്പസുകൾ പെട്ടെന്നൊക്കെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ എവിടെയാണ്? എമർജൻസി പർപ്പസുകൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സ് അപ്പോൾ തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അപ്പൊ ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ വന്ന് വാങ്ങിച്ച് കളക്ട് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് പിന്നെ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉള്ളത്. അപ്പൊ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു എക്യുപ്മെന്റ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ടൂൾ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ചിട്ട് ഉടനടി എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇങ്ങനെയുള്ള ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസർ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇത്രയും കിട്ടിയോ? ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് that has a very short sterilization cycle of about 3 to 4 minutes owing to its ability to raise the temperature to 132 degrees centigrade. അപ്പൊ ഇവിടെ ഫ്ലാഷ് സ്റ്റെറിലൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് വരുന്നത് നമ്മൾ എന്താ പറയുന്നത്? ഒരു എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് അല്ലെ?
ഒരു ഉപകരണമാണ്. അത് ഒന്നാമത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ചോദിക്കാം, ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെറിലൈസർ ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാലോ. ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഈ ഒരു ഓട്ടോക്ലേവില് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഷോർട്ട് സൈക്കിൾ ഓഫ് ടൈം മതി. അതായത് ഒരു 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ ഇവിടെ എന്ത് ചെയ്യും, സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയും. അപ്പൊ അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്താ പെട്ടെന്ന് അവിടെ ആ സാധനം ആവശ്യമായിട്ട് വരും അല്ലെ, സ്റ്റെറിലൈസ് ചെയ്ത് ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനെ പെട്ടെന്ന് കുറെ സമയമൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഓട്ടോക്ലേവിലൊക്കെ ഒരു 20 മിനിറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഫ്ലാഷ് ഓട്ടോക്ലേവിൽ എത്ര മിനിറ്റ് മതി, 3 to 4 മിനിറ്റ്സ് മതി. അപ്പൊ ആ സമയം, അതിന്റെ ആ ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നതിന്റെ ഒരു ടൈം നോക്കി വെക്കണം കേട്ടോ, മൂന്നും തമ്മിൽ. അപ്പൊ ആ ഒരു സമയ വ്യത്യാസത്തിനനുസരിച്ച് ആണ് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഓരോ എക്യുപ്മെന്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 മുതൽ 4 മിനിറ്റ്സ് വരെ മതി ഇതിനൊരു സൈക്കിൾ പൂർത്തിയാക്കാനായിട്ട്. ഇതിനാണ് ഫ്ലാഷ് സ്റ്റെറിലൈസറിന് വേണ്ടിയിട്ട്. Then owing to its ability to raise the temperature to 132 degrees centigrade. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇവിടെ ഈ ഒരു ഫ്ലാഷ് സ്റ്റെറിലൈസറിന് അവിടുത്തെ ടെമ്പറേച്ചർ 132 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസേഷനിൽ പറയുന്നത്. ഇത് 3 ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. ETO ആണോ? ETO എന്താ? എഥിലീൻ. ETOയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ETO എന്ന് പറഞ്ഞാൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ. ഇതൊരു മെഷീനാണ്. ഓക്കെ, അവിടെ എന്താണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് പറയുന്നത്, അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു കെമിക്കൽസിന്റെ പേരോട് കൂടിയാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടക്കുന്നത്. ഇനി അവിടെ കെമിക്കൽസ്, അതായത് പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഗാസസ് ഉപയോഗിച്ചുകൊണ്ടാണ്, കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഇനി ഇതെന്താ, അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയുമാണ്. അതുപോലെ തന്നെ ഇത് മോസ്റ്റ്, അതായത് ഹീറ്റ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെയല്ലേ, ചൂട് വന്നു കഴിഞ്ഞാൽ അത് ഉരുകും അല്ലെ. അപ്പൊ ഹീറ്റിനോട് എന്താണ്, അത് സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ റെസ്പോൺസീവ് ആണ്. അതുപോലെ തന്നെ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കത്തീറ്ററുകൾ, കാർഡിയാക് കത്തീറ്ററുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പുകളൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. ബേസിക്കലി അത് പ്ലാസ്റ്റിക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക്കുകൾ എപ്പോഴും എങ്ങനെയാണ്, ഇത് ഹീറ്റ് റെസ്പോൺസീവ് അല്ലെ, ഹീറ്റിനോട് എന്താണ് റെസ്പോൺസീവ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവയാണ്. അപ്പൊ അത് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂട്, നമ്മുടെ നീരാവി ആണെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒത്തിരി ചൂട് വന്നു കഴിഞ്ഞാൽ അത് ഉരുകാൻ അല്ലെങ്കിൽ ഷേപ്പിന്റെ വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, അവിടെ അങ്ങനെയുള്ള ഒരു സ്റ്റീം വെച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഈ ഒരു എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അവിടെ ആ ഒരു മെഷീൻ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പോയിസണസ് ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന് എന്ത് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് വരുന്ന ഓരോ മോളിക്യൂൾസും എന്ത് ചെയ്യണം, ഈ പോയിസണസ് ഗ്യാസ് ഫ്രീ ആണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഒരു എൻറ്റയർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് സമയം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ ആണോ പറഞ്ഞത്? ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ എന്താ പറയുന്നത്, ഇവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, 2 മെത്തേഡാണ് ഇവിടെ നടക്കുന്നുള്ളൂ, സ്റ്റീമും രണ്ടാമത് എന്താ പറഞ്ഞത് കെമിക്കൽ ഗ്യാസും. അതിൽ ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഉണ്ട്, ഫ്ലാഷ് എന്ന് അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുക പെട്ടെന്ന് മിന്നുന്നതല്ലേ ഫ്ലാഷ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ, പെട്ടെന്ന് എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെറിലൈസർ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഇവിടെയും സ്റ്റീം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്
കുറച്ച് സമയം മതി. എത്ര സമയം മതി? 3 to 4 minutes മാത്രമേ എടുക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 132 ഡിഗ്രി സെൽഷ്യസ് വരെ അവരുടെ ആ ഒരു ടെമ്പറേച്ചർ അവർക്ക് റേസ് ചെയ്യാനായിട്ടുള്ള കൂട്ടാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും എക്യുപ്മെന്റ് അവർക്ക് ഉടനടി ഉപയോഗിക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെറിലൈസർ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഓഫ് എന്താണ്? വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ് എന്നാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ പ്രഷറിന്റെ ആ ഒരു എന്താണ് കണക്കാണ് പറയുന്നത്. 15 pounds അല്ലെങ്കിൽ ആ ഒരു പ്രഷറിന്റെ ആ ഒരു തൂക്കം, ആ ഒരു എത്ര പ്രഷറാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് ഏകദേശം. അതിന് ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 454 grams ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും രീതിയിലുള്ള അത്രയും ഉയരത്തിലല്ല, അത്രയും ഉയർന്ന രീതിയിലുള്ള ഒരു പ്രഷർ കൊടുത്ത് അതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂട്ടിയാണ് അവിടെ സ്റ്റീം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കിട്ടിയോ? പാക്കിംഗ് ഏരിയ ആണോ? ഓക്കെ, പാക്കിംഗ് ഏരിയയിൽ എന്താ പറയുന്നത്? അവിടെ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യും? പാക്ക് ചെയ്യുന്നതിന് മുൻപ്, അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പാക്ക് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഹാൻഡ് ചെയ്ത് നമ്മൾ കണ്ണിലൊക്കെ പിടിച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് മുൻപ് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ മുൻപ് തന്നെ പാക്ക് ചെയ്യുന്നു. ഈ അവിടെ പാക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ആ പാക്ക് ചെയ്യുന്ന ഐറ്റംസ് ട്രേകളിലാക്കിയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ ട്രേകളിലാക്കുന്നതിന് മുൻപ് അത് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡബിൾ ലെയർ ഓഫ് കോട്ടനും അതുപോലെ തന്നെ പേപ്പർ എൻവലപ്പ് അല്ലെങ്കിൽ പേപ്പർ കവറുകളും ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കും, ട്രേകളിലാക്കി വെക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്? രണ്ടാമതായിട്ട് മറ്റ് എക്യുപ്മെന്റ്സ്, അതായത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്, കോസ്റ്റ്ലി ആണ്. എന്നാൽ പോലും അവിടെ ഉപയോഗിക്കുന്നത് കോട്ടനോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പോ അല്ല, മറിച്ച് അവിടെ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് ETO സ്റ്റെറിലൈസേഷന് വേണ്ടി ഇവ ഉപയോഗിക്കുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സീലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ സീൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ പാക്ക് ചെയ്ത സീൽ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കിട്ടിയോ? കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് ഏരിയ. നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോവാം. 5th ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഏരിയയിൽ എന്താ നോക്കി? ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ provisionally stocked in a cleaned rack from where they are issued to the user departments. ഇനി സ്റ്റോറേജ് ഏരിയയിൽ എന്താ ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു അല്ലെ? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് പാക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഐറ്റംസ് എന്ത് ചെയ്യും? പ്രൊഫഷണലി സ്റ്റോർഡ് ഇൻ എ ക്ലീൻഡ് റാക്ക്, വളരെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുള്ള റാക്കുകളിലാക്കി എന്ത് ചെയ്യും? പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ ടെമ്പററി, താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എവിടേക്കാണോ ആ ഏത് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഉപയോഗിക്കാനായിട്ട് കൊടുക്കേണ്ടത് അവിടേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് താൽക്കാലികമായിട്ട് അവിടെ ഒരു ക്ലീൻഡ് ആയിട്ടുള്ള റാക്കുകളിൽ എന്ത് ചെയ്യും? ഈ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ FIFO എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ FIFO ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ ദ റീപ്ലേസ്മെന്റ് ഓഫ് സ്റ്റെറൈൽ ഇൻ കീപ്പിംഗ് ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഓരോ ഐറ്റംസ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഏതൊക്കെയാണ് ഈ ഒരു CSSDയിൽ നിന്നും ആദ്യം വരുന്നത് ഏതാണോ അത് തന്നെ എന്ത് ചെയ്യണം? ആദ്യം പുറത്തേക്ക് അവിടെ നിന്ന് പോവുകയും വേണം. വേണ്ടേ? ഇപ്പൊ നമുക്കാണെങ്കിലും അറിയാലോ, ഇപ്പൊ നമ്മളൊരു കാര്യം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ഐറ്റം നമ്മൾ വാങ്ങി അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഒത്തിരി പേര് കൊണ്ടു തന്നിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു തയ്യൽക്കാരന്റെ അടുത്ത് നമ്മളൊരു തുണി തയ്ക്കാൻ പോയെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആദ്യം തന്നവരല്ലേ ആദ്യം തയ്ച്ചു കൊടുക്കേണ്ടത്? അതല്ലേ? അങ്ങനെയല്ലേ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത്? അല്ലാതെ അവസാനം തന്നവരുടെ ആദ്യം കൊടുക്കാൻ പാടുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ എന്താ? ഇവിടെയും അങ്ങനെ തന്നെ ആദ്യം ഏത് എക്യുപ്മെന്റ്സ് ആണോ അല്ലെങ്കിൽ ഏത് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ആദ്യം ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വന്നത് അവർക്ക് തന്നെ എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്ത് ഐറ്റംസ് നൽകുക. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം ഏതാണോ അകത്തേക്ക് വന്നത് അത് തന്നെ ആദ്യം പുറത്തേക്ക് പോകണം.
കിട്ടിയ ആ ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് ക്ലിയർ ആയോ? ഫിഫോ അല്ലെങ്കിൽ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ അത് ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ സ്റ്റോറേജ് ഏരിയയിൽ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്ത് വരുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, ആ ഒരു താൽക്കാലികമായിട്ട് ഒരു ക്ലീൻഡ് റാക്കിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഫിഫോ, ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ആദ്യം അവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഐറ്റംസ് വന്നത്, ആ ആദ്യം വന്ന ഐറ്റം തന്നെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ആദ്യം പുറത്തേക്ക് പോകണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കിട്ടിയ അത്രയും സ്റ്റോറേജ് ഏരിയ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, ലാസ്റ്റ് ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എന്താ വരുന്നത്? ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. ഇവിടെ അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ? റിസീവിംഗ് ഏരിയ അല്ലെ? റിസീവിംഗ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും നമ്മൾ ആദ്യം ക്ലാസ് ഞാൻ ആ ഒരു ഫംഗ്ഷണൽ ഏരിയ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫംഗ്ഷണൽ ഏരിയയിൽ റിസീവിംഗ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും എങ്ങനെയായിരിക്കും? അകലെയായിരിക്കും. രണ്ടും അടുത്തടുത്തായിരിക്കില്ല, അല്ലെങ്കിൽ ഒരേ കൗണ്ടറിലൂടെ അല്ല വാങ്ങിക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതും. രണ്ടും എങ്ങനെയായിരിക്കും? എവേ ആയിരിക്കും, കുറച്ച് അകലത്തിലായിരിക്കും. അക്സെപ്റ്റിംഗ് ഏരിയ അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ കുറച്ച് അകലത്തിലായിരിക്കും. മസ്റ്റ് ഹാവ് എ വിൻഡോ. ഇവിടെയും ആ റിസീവിംഗ് ഏരിയയിൽ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ അതിന് കൂടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെയാണ്, കൗണ്ടറിലെ ആ വിൻഡോയിലൂടെയാണ് നമ്മൾ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ഈ കൗണ്ടറിൽ ആ വിൻഡോയിലൂടെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ആ കൗണ്ടർ വിൻഡോയിലൂടെ നമ്മൾ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് എന്ത് ചെയ്യുന്നു, അവർക്ക് വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് എ കൗണ്ടർ ഇൻ മോഡേൺ ഹോസ്പിറ്റൽസിൽ there may be a different ലിഫ്റ്റ് അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറൈൽ മെറ്റീരിയൽസ് ടു യൂസർ ഡിപ്പാർട്ട്മെന്റ്. മോഡേൺ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അവിടെ അതിനോടനുബന്ധമായിട്ട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ഡിഫറെന്റ് ലിഫ്റ്റ് തന്നെ, ഇതിന് പ്രത്യേകമായിട്ട് ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡംപ് എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു ലിഫ്റ്റ് പ്രത്യേകമായിട്ട് ഈ ഒരു ഏരിയ, അതായത് ഇവിടുത്തെ സ്റ്റെറൈൽഡ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊണ്ടുപോയി കൊടുക്കാനായിട്ട്, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അതിന് പ്രത്യേകമായിട്ട് ഒരു ലിഫ്റ്റ് തന്നെ മോഡേൺ ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലെ 2 പോയിന്റാ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും അതുപോലെ തന്നെ റിസീവിംഗ് ഏരിയ, അതാണ് അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റെറൈൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിസീവിംഗ് ഏരിയയും ഇവിടെ കൊടുക്കുന്ന തിരിച്ച് സ്റ്റെറൈൽ ആയിട്ടുള്ളവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ കുറച്ച് അകലത്തിലായിരിക്കും. അവ തമ്മിൽ ഒരേ അടുത്തടുത്ത് വരാൻ പാടില്ല. കാരണം എന്താ? കണ്ടാമിനേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ റിസീവിംഗ് ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ വേറെയുമാണ്, അത് തമ്മിൽ അകലത്തിലായിരിക്കും. ഇനി അവിടെ എന്താ പറയുന്നത്? ആ ഒരു റിസീവിംഗ് ഏരിയ പോലെ തന്നെ ഇവിടെ ഒരു കൗണ്ടറും വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോയിലൂടെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്തതായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതാത് യൂണിറ്റുകൾക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വിതരണം ചെയ്യുന്നു. ഇനി ചില മോഡേൺ ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ലിഫ്റ്റ് തന്നെ, ഇത് മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ലിഫ്റ്റ് അല്ല. ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലിഫ്റ്റ് പോലുള്ളത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റ് സൗകര്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കിട്ടിയോ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ 6 ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞ? റിസീവിംഗ് ഏരിയ. സെക്കൻഡ് വൺ പറഞ്ഞത് ക്ലീനിങ് ഏരിയ. അതിന്റെ ആ ഒരു ഓർഡർ തെറ്റരുത് കേട്ടോ. റിസീവിംഗ് ഏരിയയിൽ നിന്ന് ക്ലീനിങ് ഏരിയയിലേക്ക് വന്നു. ക്ലീനിങ് ഏരിയയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്ന് ഡ്രൈ ചെയ്ത് വരുന്നത് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്ത് വരുന്നത് എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞത് എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് ഏരിയയിലേക്ക് എത്തുന്നു. സ്റ്റോറേജ് ഏരിയയിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് എത്തി ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വിതരണം ചെയ്യുന്നു. ആ ഒരു 6 ഫങ്ഷണൽ ഏരിയാസിനെയും ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഇത് തെറ്റിപ്പോവരുത്. ആ ഒരു ഓർഡറിൽ എന്തെങ്കിലും മിസ്മാച്ച് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ കൊടുത്തിട്ട് ചൂസ് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാറില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഫങ്ഷണൽ ഏരിയ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST.
CSSD ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് സൂചനകൾ അല്ലെ. അതായത് ഈ ഒരു CSSDയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അത് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി, അതൊരു ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മയൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം അല്ലെ. അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യും, എന്നാൽ അവിടെ പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ അതുവഴി പിന്നീട് കുറെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഓരോ മെഷീൻസിന്റെയും ക്വാളിറ്റി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുന്ന ഓരോ എക്യുപ്മെന്റ്സും പൂർണ്ണമായിട്ടും ഈ സ്റ്റെറിലൈസേഷനിലൂടെ കടന്നുപോയി നല്ല പൂർണ്ണമായിട്ടും അത് എന്ത് ചെയ്യുന്നു, അണുവിമുക്തമായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ഗുണമേന്മയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD പഠിക്കുന്നത്. 3 എണ്ണമാണ് നമുക്ക് അത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, സെക്കൻഡ് വൺ ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, തേർഡ് വൺ ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൽ 3 എണ്ണവും പഠിക്കാനുണ്ട്. ആ 3 എണ്ണത്തിൽ ആ വന്നിരിക്കുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്തൊന്നും പഠിക്കണ്ട. ജസ്റ്റ് അതിന്റെ ആ ഒരു ആശയം എന്താണ് അല്ലെങ്കിൽ അതിനുള്ളിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ തരും. അതായത് ഡിസ്പ്ലേ ഇസ് എ ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. അത് ഏത് ഇൻഡിക്കേറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 ഇൻഡിക്കേറ്റേഴ്സിന്റെ പേര് പഠിച്ചു വെക്കുക. അതിനുള്ളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ CSSDയിൽ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വളരെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. 3 എണ്ണം ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അത് ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം കേട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അവിടെ എന്ത് ഐറ്റം ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിന്റെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും? മെക്കാനിക്കൽ എന്ന് പറയുമ്പോ എന്തായിരിക്കും അവിടെ ഉപയോഗിക്കുക? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോ എന്താ ഉപയോഗിക്കുന്നേ എന്ന് പറഞ്ഞേ. മെക്കാനിക്കൽ എന്ന് പറയുമ്പോ അവിടെ എന്തുപയോഗിച്ചിട്ടായിരിക്കും അവിടുത്തെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? മെക്കാനിക്കൽ മെഷീൻസ് അല്ലെ. വെരി ഗുഡ്, മെഷീൻസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ആ പേര് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. മെഷീൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അവിടുത്തെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ പ്രോസസ്സ് കേട്ടോ. അതായത് അവിടെ സ്റ്റെറിലൈസേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, എല്ലാ എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ ഇവിടെ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആ മെഷീൻസ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയേ. ഡിസ്പ്ലേ റെക്കോർഡ് ടൈം, അവിടുത്തെ ആ ഒരു റെക്കോർഡ് ടൈം ആ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു മെഷീനിൽ റെക്കോർഡ് ചെയ്യുന്ന സമയം ഡിസ്പ്ലേ ചെയ്യും. അത് എങ്ങനെയാണ് സമയം, എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കണ്ടെത്താം. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ഹ്യൂമിഡിറ്റി, പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ആ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിള് പൂർണ്ണമായിട്ട് അതുകൂടനീളം അത് എത്രത്തോളം പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എത്ര ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ അവിടെ കൺട്രോൾ, എത്ര ടെമ്പറേച്ചർ ആണ് ആ സ്റ്റെറിലൈസേഷന് വേണ്ടി കൊടുക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു ടൈം എത്രയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെഷീനാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ആ മെഷീൻസ് പല മെഷീൻസ് ഉണ്ട്. അതിൽ പലതരം എക്സാമ്പിൾസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. അതിലും ഇലക്ട്രോണിക് ഡിസ്പ്ലേ പോലെയുള്ള മെഷീൻസ് ആണ് അവിടെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ അതൊന്നും പഠിക്കാനായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. അത് ആ ഒരു സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു മെഷീനുമായി ബന്ധപ്പെട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഏതാണോ എക്യുപ്മെന്റ്, ഏതാണോ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിക്കുന്നത്, ആ മെഷീനിൽ
ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓട്ടോക്ലേവ് ആണെങ്കിൽ 20 minutes ആണ് അതിന്റെ ഒരു സൈക്കിൾ ഫോളോ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം എന്ന്. അപ്പൊ ആ ഒരു 20 minutesനുള്ളിൽ തന്നെയാണോ അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ടൈം റെക്കോർഡ് ചെയ്യുന്നത്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആ ഒരു സൈക്കിള് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സമയത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു മെഷീൻ എന്തുണ്ട്, കംപ്ലൈന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? അപ്പൊ ഓരോ മെഷീനും നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞില്ല. ഇപ്പൊ ഓട്ടോക്ലേവ് ആണെങ്കിൽ എത്ര 121 ഡിഗ്രി ടെമ്പറേച്ചർ സെന്റിഗ്രേഡിലോ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ പ്രഷർ, അതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സമയവും അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ, പ്രഷർ എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ മെഷീൻസ് പ്രോപ്പർ ആയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ച് അവിടെ സ്റ്റെറിലൈസേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അത് സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആയോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് വൺ ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ ഒന്ന് പഠിച്ചേ. അവിടെ എന്താ, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയേ, കെമിക്കൽ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നുണ്ടോ, സ്ട്രിപ്പുകൾ കാണിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങള് സ്ട്രിപ്പുകൾ പിക്ചർ കാണാൻ പറ്റുന്നില്ലേ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സ്ട്രിപ്പുകൾ കണ്ടോ? നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിൽ ലാബുകളിലൊക്കെ ചെയ്തുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള സ്ട്രിപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന. അപ്പൊ അതുപോലെ തന്നെ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഓൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിസൈൻ ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻസ് ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. ആ സ്റ്റെറിലൈസ് ചെയ്യുന്ന ചേംബർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ട്രേകളിലാക്കിയിട്ടാണ് ഈ പാക്ക് ചെയ്ത എല്ലാ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു പാക്ക് ചെയ്ത് ആ സ്റ്റെറിലൈസേഷൻ ചേംബറിലേക്ക് ഈ ട്രേകളിൽ ഇത് വെക്കുന്ന സമയത്ത് ഈ ഐറ്റംസിന് മുൻപായിട്ട് അല്ലെങ്കിൽ മുകളിലായിട്ട്, പാക്ക് ചെയ്ത ഐറ്റംസിന്റെ മുകളിലായിട്ട് ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ പോലെയുള്ള ഐറ്റംസ് എന്ത് ചെയ്യും, ഒട്ടിച്ചു വെക്കും. അങ്ങനെയുള്ള സ്ട്രിപ്പുകൾ എന്ത് ചെയ്യും, ഒട്ടിച്ചു വെക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു, പിന്നീട് ആ പാക്ക് ചെയ്തതിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ആ സ്ട്രിപ്പുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആ ട്രേ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റെറിലൈസിംഗ് ചേംബറിലേക്ക് വെക്കും. സ്റ്റെറിലൈസിംഗ് ചേംബറിനുള്ളിൽ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിനുള്ളിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസ്, അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ, അതിനുള്ളിലുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതുമായിട്ട് ഈ കെമിക്കൽസ് ആണല്ലോ ഈ സ്ട്രിപ്പിലുള്ളത്, ആ കെമിക്കൽസ് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ട്രേ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ആ പുറത്തെടുക്കുന്ന ആ ചേംബറിൽ നിന്നും ആ ട്രേ പുറത്തെടുക്കുന്ന സമയത്ത് ഈ സ്ട്രിപ്പുകള് കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ നോർമൽ ആയിട്ട് ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് ക്ലിയർ ആവും. ഇനി ഏതെങ്കിലും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു ട്രേയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ ഇങ്ങനെ കളർ ചേഞ്ചുകൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടില്ല, എന്തെങ്കിലും ചെറിയ രീതിയിൽ ഭാഗികമായിട്ടേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഐറ്റംസ് സ്റ്റെറിലൈസ് ആയിട്ടില്ല. കിട്ടിയോ? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ? അതിന്റെ ഒരു എന്താണ് അതിൽ വന്നിരിക്കുന്ന ഒരു ആശയം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കി, chemical indicators, all chemical indicators are designed to react to physical conditions inside the sterilizing chamber. Sterilizing chamberലുള്ള ആ ഭൗതികമായ കണ്ടീഷൻ അനുസരിച്ച് ഈ കെമിക്കൽസിലുള്ള ഈ സ്ട്രിപ്സിലുള്ള കെമിക്കൽസ് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവാം ആ കളർ ചേഞ്ച് വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ടോ, ഭാഗികമായിട്ടാണോ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. This confirm that an autoclave or steam sterilization is working. അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും ആ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും അല്ലെ. There are many types of chemical indicators. പല രീതിയിലുള്ള കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, such as Bovie-Dick ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി Bovie-Dick
ടെസ്റ്റ് പാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സുകൾ, ഇതിന് 2 എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. 2 എക്സാമ്പിൾ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ എന്താണ് ആ പാക്ക് ചെയ്ത ഐറ്റംസിന് മുകളിലായിട്ട് സ്ട്രിപ്പുകൾ ഒട്ടിച്ച് വെക്കുകയും അത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷന് വിടും. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ശരിയായ രീതിയിൽ അവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ബോവി ഡിക് ടെസ്റ്റ് പാക്ക് എന്ന് പറയുന്നത് ആ മെഷീൻ ഉപയോഗിക്കുന്ന ഇപ്പൊ ഒരു സ്റ്റെറിലൈസേഷന് മുൻപ് ആ മെഷീൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പൊ അത് ഈ ഐറ്റംസ് വെക്കുന്നതോട് കൂടിയല്ല ഈ ഒരു പാക്ക് വെക്കുന്നത്. ഇതൊരു കാർഡ് പോലത്തെ ഒരു പാക്കാണ്. ബോവി ഡിക് ടെസ്റ്റ് പാക്ക് എന്ന് പറയുന്നത് ഒരു കാർഡ് പോലത്തെ ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാർഡ് പോലത്തെ ആ ഒരു പാക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും, അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പാക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റെറിലൈസേഷൻ മെഷീനിലോട്ട് ഐറ്റംസ് വെക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെഷീന്റെ ആ ഒരു ക്വാളിറ്റി ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഐറ്റംസ് വെക്കുന്നതിന് മുൻപ് മെഷീൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐറ്റം, ഈ ഒരു ബോവി ഡിക്കിന്റെ ടെസ്റ്റ് പാക്ക് എന്ത് ചെയ്യും, അതിനുള്ളിൽ വെക്കും. അതിനുള്ളിൽ വെച്ചിട്ട് സാധാ ടൈമിങ്ങും കാര്യങ്ങളും അനുസരിച്ച് ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ അത് തുറന്ന് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ചേമ്പറിനുള്ളിൽ നോക്കുമ്പോൾ ആ ബോവി ഡിക് ടെസ്റ്റ് പാക്കിൽ കംപ്ലീറ്റ് ആയിട്ടും നല്ല പൂർണ്ണമായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസേഷൻ മെഷീൻ എന്തായിരിക്കും, സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അവിടെ എവിടെയെങ്കിലും ചെറിയ ഡോട്ടുകളോ പാടുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കളർ ചേഞ്ച് ഉണ്ടാവാത്തത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അവിടെ ആ ഒരു മെഷീൻ എന്തുണ്ട്, ചെറിയ രീതിയിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ബോവി ഡിക് ടെസ്റ്റ് പാക്ക് എന്ന് പറയുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, അത് ട്രേയുടെ ഉള്ളിൽ, അതായത് പാക്ക് ചെയ്ത ഐറ്റംസ് വെക്കുന്നതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ സ്ട്രിപ്പുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് പാക്ക് ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കെമിക്കൽ സ്ട്രിപ്പുകളിൽ കളർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. കിട്ടിയോ? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഒരെണ്ണം കൂടി ഉള്ളൂ നമുക്കതില്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, ബയോളജിക്കൽ അല്ലെങ്കിൽ എന്താ, ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്, ലിവിങ് ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഇവിടെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. Then biological indicators are also known in the name of ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് കേട്ടോ. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്താണ് കേട്ടോ. ബയോ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ ഷോർട്ട് ആയിട്ട് നമുക്ക് വിളിക്കാവുന്ന പേരാണ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ദേ ആർ ലിവിങ് ക്രീച്ചേഴ്സ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ജീവനുള്ളവയാണ്, എങ്ങനത്തെയുള്ളതാണ്, മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. They used to confirm sterilization performance to verify the sterilization procedure. അവിടെ ആ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മെഷീനില് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ എഫക്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. ആ ഒരു പ്രോസസ്സ് വഴി എന്താണ് അവിടുത്തെ ആ ഒരു സ്റ്റെറിലൈസേഷന്റെ എഫക്ട് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഒരു ആംബ്യൂൾസ് കണ്ടോ, ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ ആ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നുണ്ട്. ആംബ്യൂൾസ് കണ്ടോ നിങ്ങള്? ആ ആംബ്യൂൾസ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിലെ നോട്ടിലില്ല? എക്സാമ്പിൾ ഇല്ലെങ്കിൽ അതൊന്നും ജസ്റ്റ് എഴുതി എടുത്തോട്ടോ. ബോവി ഡിക് ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. ഓക്കെ, ആ രണ്ടെണ്ണം ഒന്ന് ജസ്റ്റ് എഴുതി എടുത്താൽ മതി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? സ്പെല്ലിംഗ് വേണോ? ഓക്കെ, അത് രണ്ടും ഒന്ന് എഴുതി എടുത്തോ കേട്ടോ. ആ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്നോട് സൂചിപ്പിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ചിലപ്പോ അവര് നോക്കുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞു പോയത്. നിങ്ങളുടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്? അവിടെ ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ആണ് വരുന്നത്. ഓക്കെ, they used to confirm sterilization performance to verify the sterilization procedure. അവിടെ ഉപയോഗിക്കുന്ന ആ മെഷീനിൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, അവിടെ സ്റ്റെറിലൈസേഷൻ വഴി എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്, പൂർണ്ണമായിട്ടും സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞോ അല്ലെങ്കിൽ നടന്നോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. മറ്റു പ്രോസസ്സുകളുടെ ഉദ്ദേശം സെയിം തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന ആ ഒരു ഐറ്റം മാറിയെന്ന് മാത്രം. ഇവിടെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സില് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇവിടെ ആ പിക്ചർ നോക്കിയേ. പിക്ചർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഈ ഒരു പിക്ചർ ഉണ്ടോ നിങ്ങളുടെ നോട്ടില്? ഓക്കെ, അപ്പൊ പിക്ചർ നോക്കിയേ.
സ്റ്റീം, അതായത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ കുപ്പികൾ. ഒരു ആംബ്യൂൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു ബോട്ടിലിനെ വിളിക്കുന്ന ഒരു ആംബ്യൂൾസ് എന്നാണ് കേട്ടോ. ആംബ്യൂൾസിലാണ് ഇങ്ങനെയുള്ള കാണുന്നത്. അപ്പൊ അതിനുള്ളില് ഈ സൊല്യൂഷൻ ഉണ്ടാവും. അതൊരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനുള്ളിലായിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ആ ഒരു ആംബ്യൂൾ അല്ലെങ്കിൽ ആ ഒരു കുപ്പിയുടെ ഉള്ളിലായിട്ട് ഒരു സൊല്യൂഷൻ, അതിനുള്ളിൽ അത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതിനുള്ളിൽ ഇങ്ങനെയുള്ള മൈക്രോ ലിവിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു മൈക്രോ ഓർഗാനിസംസ് ഇത് നമ്മൾ ആ ഒരു ട്രെയില് നമ്മൾ പാക്ക് ചെയ്ത ഐറ്റംസ് സ്റ്റെറിലൈസിംഗ് ചേമ്പറിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ട്രെയുടെ ഉള്ളില് ഇങ്ങനെയുള്ള ആംബ്യൂൾസും എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യും. അപ്പൊ അങ്ങനെ ആംബ്യൂൾസ് പ്ലേസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞ് ആ ട്രെയിൽ നിന്നും ഐറ്റംസ് പുറത്തേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ആംബ്യൂൾസിനുള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അപ്പൊ ഇത്ര എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അവിടെ പ്രോസസ്സ് നല്ല പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ശരിയായ സ്റ്റെറിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുകയും അവിടെ ആ ഒരു ബോട്ടിലിനുള്ളില് കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ആ ഒരു തരത്തിൽ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ പൂർണ്ണം നല്ല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് നടന്നു എന്ന് ക്ലിയർ ആക്കാൻ പറ്റും. ഇപ്പൊ അത് പണ്ട് കാലത്താണ് കൂടുതലും ഈ ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അധികം ഉപയോഗിക്കുന്നില്ല. ബാക്കി രണ്ട് മെത്തേഡ്സ് ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അത് ഉപയോഗിക്കാറില്ല. അത് പ്രധാനമായിട്ടും മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതിൽ മെക്കാനിക്കൽ ആണെങ്കിൽ നമ്മുടെ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആ ഒരു സ്റ്റെറിലൈസേഷൻ ടൈമും അതുപോലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ എല്ലാം എന്ത് ചെയ്യുന്നു? ആ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ഉള്ള നീളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്ത് മോണിറ്റർ ചെയ്ത് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതില് ആ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിലോ പ്രഷറിലോ ഒക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റെറിലൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്തത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ എന്താ പറയുന്നത്? അവിടെ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ കെമിക്കൽ സ്ട്രിപ്പുകളോ അതുപോലെ തന്നെ അതിന് 2 എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ബോബി ഡിക് ടെസ്റ്റ് പാക്കും കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകളും. അത് കിട്ടാത്തത് ഉണ്ടായിരുന്നോ മെസ്സേജ്? ഓക്കെ, ആർക്കെങ്കിലും അതിന്റെ ആ ഒരു സ്പെല്ലിംഗ് കിട്ടാത്തതുണ്ടോ? ആ ഒരു 2 എക്സാമ്പിൾസിന്റെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഓക്കെ ഒന്ന് പറയണോ? അതിന്റെ ആ ഒരു സ്പെല്ലിംഗ് പറഞ്ഞു തരണോ? എഴുതിക്കോട്ടോ. ബോവി എന്ന് പറഞ്ഞ BOWIE, BOWIE, ബോവി, BOWIE, DICK, ഡിക്, DICK, ബോവി ഡിക്. ടെസ്റ്റ് പാക്ക്, TEST, ടെസ്റ്റ്, TEST, PACK, പാക്ക്, PACK, പാക്ക്. ബോവി ഡിക് ടെസ്റ്റ് പാക്ക്, BOWIE, DICK, TEST, PACK, പാക്ക്. കിട്ടിയോ? നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. STRIPS, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്, STRIPS. കിട്ടിയോ? ഓക്കെ. ബോവി ഡിക്കിന്റെ ടെസ്റ്റിനെ ഒന്നോട്ട് പറയണോ? അവിടെ ഒന്നുമില്ല. നമ്മളിപ്പോ കെമിക്കൽ സ്ട്രിപ്സ് ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തിട്ടായിട്ടുള്ള ഐറ്റംസിന് മുകളിൽ നമ്മൾ സ്ട്രിപ്പ് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്റ്റെറിലൈസേഷൻ ചേമ്പറിലേക്ക് കൊടുത്തുകൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് അത് സ്റ്റെറിലൈസേഷൻ കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു കാര്യം, ആ ഒരു സ്ട്രിപ്പിൽ കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. എന്നാൽ ബോബി ഡിക് ടെസ്റ്റ് പാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഐറ്റംസ് ഒന്നും സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്നില്ല.
അതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു മെഷീന്റെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി, മെഷീൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാക്ക് മാത്രമാണ് ആദ്യം വെക്കുന്നത്, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടിയോ? ആ പാക്ക് മാത്രം എന്ത് ചെയ്യും, ആ ഒരു സ്റ്റെറിലൈസേഷൻ ചേംബറിലോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത്, ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അത് തുറക്കുന്ന സമയത്ത് ആ ഒരു പാക്ക്, അതൊരു കാർഡ് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ, ആ ഒരു പാക്കിന് എന്താണ്, എന്തെങ്കിലും കളർ ചേഞ്ച്, പൂർണ്ണമായിട്ടും കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആ ഒരു മെഷീൻ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അല്ല, അതിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഡോട്ടുകളോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് കളർ ചേഞ്ച് ചെയ്യാതെ വന്നാല് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ ആ ഒരു മെഷീൻ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ബോബി ഡിക് ടെസ്റ്റ് പാക്കിലൂടെ സാധിക്കുന്നു. അവിടെ ആ ഒരു ഐറ്റംസിന്റെ കൂടെ അല്ല ഒരു പാക്ക് വെക്കുന്നത്, അതിന് മുൻപ് ഐറ്റംസ് ഒക്കെ വെക്കാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു മെഷീന്റെ സ്റ്റെറിലൈസേഷൻ, മെഷീൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റ് പാക്ക് മാത്രമാണ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കിട്ടിയോ? ബോബി ഡിക് ടെസ്റ്റ് പാക്ക് ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമതായി പറഞ്ഞത് എന്താ, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകൾ. അതായത് നമ്മൾ പറഞ്ഞു ട്രേകളിലാക്കിയിട്ട് പാക്ക് ചെയ്ത് ട്രേകളിലാക്കിയിട്ട് ആണ് ഇത് സ്റ്റെറിലൈസേഷൻ ചേംബറിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് പാക്ക് ചെയ്ത ഐറ്റംസിന് മുകളിലായിട്ട് ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ ഒട്ടിച്ചു കൊടുക്കും. സ്ട്രിപ്പുകൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നോർമൽ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് വിടും. ആ സൈക്കിൾ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആ ഓരോ പാക്കിന്റെ മുകളിലും ഒട്ടിച്ചിരിക്കുന്ന ആ സ്ട്രിപ്പുകളിൽ കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും അത് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ നടന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ഏതെങ്കിലും പാക്കുകളിൽ കളർ ചേഞ്ച് ഉണ്ടാവാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് ചെറിയ രീതിയിലുള്ള കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ ശരിയായ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ആ ഐറ്റംസിന് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയോ? രണ്ട് എക്സാമ്പിൾ എന്താന്നുള്ളത്. ഓക്കെ, ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. വളരെ കുറച്ച് കാര്യം കൂടി പറയാനുള്ളൂ. അങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി നമ്മൾ ആ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ. ആംബുലൻസ് സർവീസ് ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ ഇതിൽ നോക്കേണ്ടി വരും. ഇവിടെ നമ്പർ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പേപ്പർ വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ആംബുലൻസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മൊഡ്യൂൾ എത്രയാണ് എന്നുള്ള നമ്പർ ഒന്ന് കൺഫേം ചെയ്തേക്കാം. അപ്പൊ ആംബുലൻസ് സർവീസ് നോട്ട്സ് ഇല്ലാത്തവരുണ്ടെങ്കിലോ ഒന്ന് കയ്യിൽ കരുതിയിരിക്കുക കേട്ടോ. ആംബുലൻസ് സർവീസ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് മനസ്സിലാക്കി വായിച്ചു വെച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. जी मैम. Thank you, ma'am. You, ma'am.